മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇന്ത്യൻ GDPയുടെ റിയൽ GDP ഗ്രോത്ത് റേറ്റ് 2025-26 സാമ്പത്തിക വർഷത്തിൽ എത്രയായിരിക്കുമെന്ന് അവരുടെ ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് 7.4% ആണ്. ഇയർ ഓവർ ഇയർ, അതായത് ഫസ്റ്റ് ക്വാർട്ടർ 2025-26 ഈ റിസൾട്ടാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അഡ്വാൻസ് എസ്റ്റിമേറ്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 6.5 ആയിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലാണ്. പക്ഷേ നിലവിൽ ഇന്ത്യൻ ഇക്കോണമി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ്. നമുക്കറിയാവുന്നതാണ്, ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഇറക്കുമതി ചുങ്കം തന്നെയാണ്, 50%. അത് സാരമായി ബാധിച്ചിരിക്കുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അപ്പാരൽ ഇൻഡസ്ട്രി, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ് ഇൻഡസ്ട്രി, ഇതിനൊക്കെയാണ് കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നത്. തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ. കാരണം പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയുമ്പോൾ പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം വരും. അവരെ പിരിച്ചുവിടുകയോ അവരുടെ വേതനം തടഞ്ഞു വെക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും, നിർബന്ധിതരാകും. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇക്കോണമിക്ക് അകത്തും പുറത്തും സംഭവിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ആഫ്റ്റർ ഷോക്കുകളാണ്. ഒരുപാട് ആഫ്റ്റർ ഷോക്കുകൾ ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ഇഫക്റ്റ്. ഫർദർ പ്രൊഡക്ഷൻ കുറയുകയും വീണ്ടും അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കുകയും ജനങ്ങളുടെ പർച്ചേസിങ് കപ്പാസിറ്റിയെ സാരമായി ബാധിക്കുകയും അത് വീണ്ടും ചാക്രികമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ വളരെ വിഷനോടുകൂടി വളരെ ശ്രദ്ധാപൂർവം പോളിസികൾ, കൗണ്ടർ മെഷേഴ്സും എല്ലാം കൈക്കൊണ്ടുകൊണ്ട് നയതന്ത്രപരമായ രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എല്ലാ സാധ്യമായ വഴികളും ഉപയോഗിച്ചുകൊണ്ട് വേണം തരണം ചെയ്യാൻ. അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഗവൺമെൻറ് GST പരിഷ്കരിക്കുകയും നികുതികളൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് അനുപൂരകമായിട്ട് പ്രൊപ്പോർഷണലായിട്ട് കൺസംഷന് അല്ലെങ്കിൽ ഡിമാൻഡ് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 7% മാത്രമേ വർദ്ധിക്കൂ എന്നാണ് ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പറയുന്നത്. മാത്രമല്ല 2 ദിവസം മുമ്പ് ട്രംപ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്തുമെന്ന്. അപ്പോൾ അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം കുറച്ച് സീരിയസ് ആണ്. വളരെ ശ്രദ്ധാപൂർവം അതിന് കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും.